ഇന്നത്തെ ഒരു പകുതി ദിവസം കണ്ടാലോ. ഉച്ച തൊട്ട് രാത്രി 9:30 വരെയുള്ള കാര്യങ്ങളാട്ടോ, കിടക്കുന്നവരുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 ആകുമ്പോൾ ചോറ് കഴിച്ചത്. ചോറിന് രാവിലെ കടലക്കറിയും പയറുപ്പേരി, മുരിങ്ങയിലുപ്പേരി, അച്ചാർ, തൈര്, കൊണ്ടാട്ടം ഇതൊക്കെ കൂട്ടിയാണ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത്. ചോറൊക്കെ കഴിക്കാൻ നല്ലോണം വൈകിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ ചോറ് നേരത്തെ കഴിക്കാനിരുന്നതാണ്. അപ്പോൾ മാഷേട്ടൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു പറഞ്ഞു, ഞാൻ ചോറ് കഴിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി സമയം. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ലോഡ് പാത്രം ഉണ്ടാകും കഴുകാനായിട്ട്. രാവിലെ വെച്ചതും കറി വെച്ചതും ചോറ് വെച്ചതും അങ്ങനെ അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കുന്നത് അവിടെ ഹാളിൽ ഇരുന്നിട്ടാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഓരോ പാത്രങ്ങളും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഞാൻ ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടുവച്ചു. അങ്ങനെ ബാക്കിയുള്ള കറികളൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ടേബിളിൻ്റെ മുകളിലെല്ലാം ഒന്ന് തുടച്ചു. കുടിവെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിരുന്നു കേട്ടോ. കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. അതൊക്കെ കുറേ സമയം എടുത്തിട്ട് കഴുകി. അത് കഴിഞ്ഞിട്ട് വേണം ഇനി തുണിയൊക്കെ എടുത്ത് കൊണ്ടുവെക്കാനുണ്ട്. രാവിലെ തുണിയൊക്കെ നനച്ചാറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല ഉണങ്ങി പൊരി ആയിട്ടുണ്ട്. ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട്. മാത്രമല്ല നല്ല തണുപ്പുണ്ട്. ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട്. രാവിലെ എണീക്കുമ്പോഴത്താണ് തണുത്തിട്ട് പറ്റുന്നില്ല കേട്ടോ. ഇന്ന് രാവിലെ ഒന്നും എഴുന്നേൽക്കാനേ പറ്റില്ല. എണ്ണയൊക്കെ ഇങ്ങനെ കട്ട കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകിയ ശേഷം തുണി ഉണങ്ങിയതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. കിങ്ങിണി സ്കൂളിൽ പോയിട്ടുണ്ട്, കുഞ്ഞാറ്റ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവൾക്ക് ചെറിയ ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. തണുപ്പ് തുടങ്ങിയതേലും അപ്പോഴത്തേക്കും ചുമയും ജലദോഷമൊക്കെ വന്നു. അങ്ങനെ അവൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ തുണിയൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ട് എല്ലായിടത്തും ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് കിങ്ങിണിനെ കൂട്ടിയിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും തിന്നാനാക്കി വെക്കണമൊക്കെ, ചായക്ക് ചെറുതായിട്ട് അവലുണ്ട് കുറച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്ന് കുഴച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് പാലും കടയിൽ നിന്ന് മേടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളച്ചായ ആക്കിയിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇട്ടുള്ളത്. അങ്ങനെ കുഞ്ഞാറ്റൊരു സാമഗ്രികളൊക്കെ ഇത് മുറ്റത്തിട്ടിട്ടുണ്ട് കേട്ടോ, കളിക്കുന്നത്. ഓരോ സാധനം എടുത്തിട്ട് കിടന്ന് ഒറ്റയ്ക്ക് തന്നെ കളിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ചെയ്യുന്നത്. അങ്ങനെ തുണിയൊക്കെ എടുത്ത് കൊണ്ടിട്ട് ഞാൻ അതിനൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം തുണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ തുണി വൈകുന്നേരം ഞാൻ കുറച്ച് എടുത്ത് കൊണ്ടുവന്നത് എനിക്ക് മടക്കാൻ വിട്ടുപോയി. അതല്ലെങ്കിലും ചില സമയത്ത് തുണി നനയ്ക്കാൻ ഉഷാറുണ്ടാവും, മടക്കിയൊക്കെ കുറച്ച് മടിയാണ്, അവിടെ കൂട്ടി വെക്കും. അപ്പോൾ അതും കൂടി എല്ലാം കൂടി മൊത്തത്തിൽ മടക്കിയെടുക്കാമെന്നിട്ട് ചെയ്തത്. എല്ലാം മടക്കി വെച്ചു. മടക്കി വെക്കുന്നതല്ല, കൂടുതലായിട്ട് ഞങ്ങളിങ്ങനെ തുണി എടുത്തിട്ട് ഇതുപോലെ അയൽ കെട്ടിയിട്ടുണ്ടാകും, അതിലത്തേക്ക് ഇടുകയാട്ടോ ചെയ്യുന്നത്. മക്കളെ തുണിയൊക്കെ ആണെങ്കിൽ നമ്മളെ റൂം കുഞ്ഞു റൂമാണ് കേട്ടോ, വലിയ സൗകര്യമില്ല. അതുകൊണ്ട് അപ്പുറത്തെ റൂമിൽ ഇതുപോലുള്ള കവറിലാണ് കേട്ടോ അവരെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അങ്ങനെയൊക്കെ തുണിയൊക്കെ വെറുതെ വരുമ്പോൾ നോക്കി കട്ടിലിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ഒഴിഞ്ഞിട്ടുണ്ട്, നല്ല വൃത്തിയായി. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഉള്ളിലെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കിയതിന് ശേഷം മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടാണ്. മുറ്റത്ത് വലിയ രീതിയിൽ കാട്ടമൊന്നുമില്ല, എന്നാലും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പാടില്ല. കാരണം അടക്കി ഇടുന്നുണ്ട് മുറ്റത്ത് ഉണങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് പുറത്തേക്കെത്തി. പുറത്തുള്ള മുറ്റം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സൈഡിലൊക്കെ നല്ല വൃത്തിക്ക് അടിച്ചു കേട്ടോ. ഞാനിപ്പോൾ അടിക്കുന്ന മാച്ചി, നമ്മൾ മാച്ചി എന്ന് പറയും, ചൂലിൻ്റെ മാച്ചി എന്നാട്ടോ പറയുന്നത്. ഇത് കവുങ്ങിൻ്റെ മാച്ചിയാണ് കേട്ടോ, നമ്മൾ അടക്കയൊക്കെ പിടിക്കുന്ന കവുങ്ങിൻ്റെ മാച്ചിയാണ്. മുറ്റത്തൊക്കെ അടിക്കുന്നത് കവുങ്ങിൻ്റെ മാച്ചിയും അകത്ത് നമ്മുടെ തെങ്ങിൻ്റെ ഓലയുടെ മാച്ചി കൊണ്ടാട്ടോ അടിക്കുന്നത്. അങ്ങനെ കുഞ്ഞാറ്റ അവളെ സാധനങ്ങളെടുത്ത് അകത്ത് കൊണ്ട ശേഷം ഞാൻ അടിക്കുന്ന കണ്ടിട്ട് അവളും കൂടെ അടിക്കുക എന്നിട്ട് ചെയ്യുന്നത്. എനിക്ക് കൂടുതലിഷ്ടം കവുങ്ങ് കൊണ്ടുള്ള മാച്ചി കൊണ്ട് അടിക്കാനാട്ടോ. നല്ല വൃത്തിക്ക് പെട്ടെന്ന് പോകുമായിരിക്കും, പക്ഷേ നല്ല രസമാണ് അതിനെ കൊണ്ട് അടിക്കാനായിട്ട് പുറത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് മാഷേട്ടൻ ഒരു 4-5 തേങ്ങ ഇന്നലെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഞാൻ തിരക്കായതുകൊണ്ട് ഒരെണ്ണം മാത്രം ഒലിച്ചിട്ട് കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി 4-5 ഞാനിപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ വിചാരിച്ചിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് ഒലിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഒലിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രാവിലെ എണീക്കണമല്ലോ, രാവിലെ 4 മണി 4:30 ആകുമ്പോൾ എണീക്കണം. അപ്പോൾ ചായയും കറിക്കും അപ്പത്തിനൊക്കെ തേങ്ങയെല്ലാം കൂട്ടുന്നുണ്ടെങ്കിൽ ഒലിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പൊട്ടിച്ച് കൂട്ടുമല്ലോ വേണ്ടു വിചാരിച്ചു. അങ്ങനെ ഓരോന്നായിട്ട് ഒലിച്ച് വെച്ചു. പച്ചത്തേങ്ങ ഉണ്ടായിരുന്നേ ഇല്ല കറിക്ക് കൂട്ടാനായിട്ട്. അപ്പോൾ ഉണങ്ങിയ തേങ്ങ തന്നെയായിരുന്നു കറിക്ക് കൂട്ടിക്കൊണ്ടുണ്ടായിരുന്നത്.
പക്ഷേ ഇപ്പോൾ പറിച്ചിട്ടുള്ള തേങ്ങയാണെങ്കിൽ പച്ചത്തേങ്ങയുമല്ല, എന്താ പറയണ്ടേ, ഇളനീറിൻ്റെ ആ ഒരു സൈസുള്ള തേങ്ങയുമല്ല, ആ ഒരു ഇടയിൽ വരുന്ന ടൈപ്പ് തേങ്ങയാണ് കേട്ടോ. എന്തായാലും പറിക്കുന്നത് പറിച്ചു, അതെന്തായാലും കറിക്ക് കൂട്ടാൻ വിചാരിച്ചു. അങ്ങനെ ചേരി തേങ്ങയുടെ വിളിച്ചിട്ടാകുമ്പോൾ ചേരിയൊക്കെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്, വെയിലത്ത് ഉണങ്ങുന്നുണ്ടെങ്കിൽ ഉണങ്ങട്ടെ വിചാരിച്ചിട്ട്. ചകിരിയില്ലേ, ചകിരീനെ ഞങ്ങൾ ചേരി എന്ന് പറയും ഇവിടെ. ഇങ്ങനെ ഓരോ നാട്ടിലും ഓരോ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഭാഷയൊക്കെ. അങ്ങനെ ഞാനും കുഞ്ഞാറ്റും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിങ്ങിണീനെ കൂട്ടാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അവളെ സ്കൂൾ ബസ് വരുന്ന അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അടുത്ത് തന്നെയായി, അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ പകുതിക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ ബസ് വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഭജനമണ്ഡം കണ്ടിട്ടുണ്ടാവുമല്ലോ വീട്ടിൽ, അവിടുന്ന് തിരിച്ചിട്ട് അവിടം വരെ മാത്രമേ ബസ് വരുന്നുള്ളൂ. അതങ്ങോട്ട് പോയിട്ടാണ് ബസ്. കിങ്ങിണിയും ബാക്കി കുട്ടികളെല്ലാം മുമ്പിൽ ഓടിപ്പോയി. കിങ്ങിണീനെയൊക്കെ കിട്ടിയിട്ടേ ഇല്ല, വേഗം മുമ്പിലോട്ട് വന്നു. അങ്ങനെ ഞാൻ അവളെ ബാഗെല്ലാം എടുത്തിട്ട് കൊണ്ടുവച്ചു വീട്ടിൽ. അവരവിടെ കളിക്കുന്നുണ്ട്. ആ സമയമാണ് ഞാൻ പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് കുളിച്ചിട്ട് വന്നു കേട്ടോ. ചെറുതായിട്ടൊന്നുമല്ല, നല്ല രീതിയിൽ കുളിച്ച ശേഷം ഒക്കെ അവൽ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ചെറുതായിട്ട് മുറിച്ച നീരുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, വെല്ലം കത്തി വെച്ചിട്ട് ചിരകിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവലൊക്കെ ഇട്ടിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതുകൂടാണ്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. തേങ്ങ ആദ്യം ഇവിടെ എനിക്ക് മറന്നു പോയതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കുറച്ച് വെള്ളവും കൂട്ടി നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല രസം ഉണ്ടാവും ഇങ്ങനെ കഴിക്കാൻ, നല്ല രുചിയാണ്. ആ നീരുള്ളിയൊക്കെ അതിൽ ഇറങ്ങി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ വരുന്നത്. പിന്നെ പഴം കൊണ്ടുവന്നുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കുഴച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ആദ്യം കൂട്ടാൻ എനിക്ക് മറന്നു പോയതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അതും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവലൊക്കെ കുഴക്കുന്ന സമയത്ത് മാഷേട്ടൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ടി വി നോക്കിക്കൊണ്ട്. ആ സമയത്ത് മാഷേട്ടൻ കുറച്ച് വെള്ളവും പാലൊക്കെ കൂട്ടിയിട്ടൊരു വെള്ളച്ചായ ഉണ്ടാക്കി. മധുരമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊരു വെള്ളച്ചായ. അങ്ങനെ അത് വെച്ചിട്ട് എല്ലാവരും ചായ എല്ലാം കുടിച്ചു കേട്ടോ. ചെറുതായിട്ട് വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. കുഞ്ഞാറ്റ ആദ്യം പറഞ്ഞു എനിക്ക് വേണ്ട, അവൽ വേണ്ട, എനിക്ക് അവൽ ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടായി കുഞ്ഞാറ്റ. അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൽ കുറച്ച് തന്നേം വേണ്ടിയിട്ട് അവൾ അവലും വെള്ളച്ചായം കഴിച്ചു. കിങ്ങിണീനെ ഇപ്പോൾ അത്ര വീഡിയോയിൽ കാണുന്നത്. ഇത്ര നേരം അവിടെ കളിച്ചുകൊണ്ടുണ്ടായിരുന്നു, പരീക്ഷയല്ല അവർക്ക് പോരെങ്കിൽ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വൈകുന്നേരത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കിണറ്റിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. വെള്ളം കൊണ്ടുവച്ചാൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കിണറിന്ന് വെള്ളമൊക്കെ എടുത്തു വന്നിട്ട് വീണ്ടും തുടങ്ങി വൈകുന്നേരത്തേക്കുള്ള പരിപാടി. കുറച്ച് നീരുള്ളിയും പച്ചമുളകൊക്കെ മുറിച്ച് വെക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കിങ്ങിണിയും മാഷേട്ടനും കുഞ്ഞാറ്റിയും ഭജനമഠത്തിലേക്ക് പോയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 7 മണിയെല്ലാം ആകുമ്പോൾ ശരണം വിളിക്കാൻ വേണ്ടിയിട്ട് അവർ പോകും. അങ്ങനെ അവർ പോയ സമയത്താണ് എൻ്റെ ഈ പാചകം. അപ്പോൾ ഞാനിന്ന് വെണ്ടക്ക മുളകിട്ട കറിയും ചായക്കായിട്ട് ഉരുളി പോർന്നതും ആക്കാനായിട്ടാണ് വിചാരിച്ചിട്ടുള്ളത്. നമുക്കിവിടെ വൈകുന്നേരങ്ങളിൽ സ്വാമിമാർക്ക് ചായയാണ് കേട്ടോ പ്രധാനം. ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പവും കറിയും അങ്ങനെ എന്തെങ്കിലും ആട്ടോ അധികം ഉണ്ടാക്കുന്നത്. ചോറ് ഉച്ചയ്ക്ക് മാത്രമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് രീതികളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വെണ്ടക്ക മുളകിട്ട് വെക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളവും നീരുള്ളിയും പച്ചമുളകും മുറിച്ചതും മുളക് പൊടിയും ഉപ്പും കൂട്ടിയിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഉരുളിപ്പുറന്ന് ആക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ആ പച്ചരി ഞാൻ നന്നായിട്ട് കഴുകി അത്യാവശ്യം തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുത്ത് ചിരകി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പച്ചരി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രമേ തേങ്ങയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ തേങ്ങയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളവും കൂട്ടിയിട്ട് നല്ല വൃത്തിക്കൊന്ന് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ വെണ്ടക്കക്കറിയുടെ ഗ്യാസിൽ ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അത് ആവാൻ വെച്ച ശേഷം കേട്ടോ ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് നിന്നത്. മുളകും എല്ലാം ഇട്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് വെണ്ടക്കക്കറി. അത് സിമ്പിളായിട്ടുള്ളൊരു വെണ്ടക്കക്കറിയാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ മാലിയിട്ട സമയമായതുകൊണ്ട് ഏത് കറിയും പോകുമല്ലോ. അങ്ങനെ നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെണ്ടക്കയുടെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി നീരുള്ളിയും പച്ചമുളകൊക്കെ തിളച്ചതിലേക്ക് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളിവെള്ളം കൂടി അതിലിട്ടിട്ട് വീണ്ടും തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇത് നമ്മൾ ഉരുളിപ്പുറന്ന് അരച്ച അരപ്പാണ്. അതിലേക്ക് നീരുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്ക നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണവും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വീണ്ടും തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഉരുളിപ്പുറന്ന് ചുടാനായിട്ട് അടുപ്പത്ത് തീയെല്ലാം കത്തിക്കാം കേട്ടോ. ഉരുളി കൊണ്ടുപോയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വിറകൊക്കെ ഇട്ടിട്ട് ചുമ്മണിക്കൂടൊക്കെ കത്തിച്ചിട്ട് നമ്മളെ
അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. ഇപ്പോൾ പിന്നെ ഉച്ച സമയത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ അടുപ്പത്ത് തീ പിടിക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തീ കത്തുന്നുണ്ട്, വിറകുണ്ടെങ്കിൽ, നല്ല വിറകുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ വെണ്ടക്ക കറി വെണ്ടക്കയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും 2 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. കറി വാങ്ങുന്ന സമയത്ത് കുറച്ച് മല്ലിപ്പൊടി പൊടിച്ചതും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ. മല്ലി നമ്മളിവിടെ വറുത്ത് പൊടിച്ച മല്ലിയാണ്, അതും ഇട്ടിട്ട് അടച്ചു വെക്കാം. അങ്ങനെ വെണ്ടക്ക കറി ആയിട്ടുണ്ട്. ആ സമയം നമുക്ക് അപ്പം ചൂടാൻ തുടങ്ങാം കേട്ടോ. ഉരുളി പോറുന്ന അപ്പം നല്ല രീതിയിൽ തീ കത്തിയിട്ട് ഉരുളി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു കയ്യിൽ അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഞാനും കുഞ്ഞിനെയും കുഞ്ഞാറ്റയൊക്കെ ഭക്ഷണം കഴിക്കും കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഒരു 9 മണിയൊക്കെ ആണ് കേട്ടോ ഭക്ഷണം കഴിക്കണമെങ്കിൽ. അല്ലെങ്കിൽ തന്നെ തടി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനിയിപ്പം കിടക്കാനാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പിള്ളേരെക്കാളും തടി കൂടാനായിട്ട് സാധ്യത. അങ്ങനെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉരുളിപ്പോറിന് അപ്പത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ടാകും. ആ സമയത്ത് നമുക്ക് ഈ അപ്പത്തിനെ വീണ്ടും ഒന്ന് മറിച്ചിട്ടിട്ട് കുറച്ചധികം സമയം മൊരിയാനായിട്ട് വെക്കാം. ഏകദേശം നല്ല രീതിയിൽ മൊരിഞ്ഞു വരുന്ന സമയത്ത് ഞാനതിലേക്ക് നടുവിലായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. 4 പീസാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അപ്പം കഴിക്കൽ ഇതുപോലെ വലുതാക്കി ഒഴിക്കും കേട്ടോ. ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ട് അയച്ചില്ല, വലിയതാക്കി നല്ലോണം 2, 3, 4 തവി അല്ലെങ്കിൽ കയ്യിൽ ഒഴിച്ച ശേഷം ഇതുപോലെ മുറിച്ചിട്ടാണ് കേട്ടോ പണ്ടൊക്കെ അപ്പം ചുടുന്നത്. അങ്ങനെ ഞാൻ ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ എണ്ണയല്ല, നമ്മുടെ തീ കത്തിയിട്ട് ഉരുളി നന്നായി ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുത്താണ് കേട്ടോ. ശരിക്കും എണ്ണ കുറച്ച് വേണ്ടവരാണ് ഇതുപോലെ വാഴക്കൈ വെച്ചിട്ട് തടവി കൊടുക്കുക കേട്ടോ വേണ്ടത്. അപ്പോൾ അപ്പം ഒഴിച്ചിട്ട് വെക്കുന്ന സമയത്താണ് ഞാൻ കുറച്ച് ഗ്യാസിൽ കുറച്ച് ചുക്ക് കാപ്പി വെക്കാൻ വിചാരിച്ചു. ഇപ്പം മാലയിട്ട പിന്നെ രാത്രി ചായ കുടിക്കുന്ന സമയത്ത് അവർ കുറച്ച് കാപ്പി കുടിക്കലുണ്ട് കേട്ടോ. ബെല്ലവും കാപ്പിപ്പൊടിയും ചുക്ക് പൊടിയും ഒക്കെ ഇട്ടുള്ളൊരു കാപ്പി. അപ്പോൾ രാത്രിക്ക് ഒരു 9 മണി 9:30 കിടക്കണം കേട്ടോ. കിടന്നെങ്കിൽ മാത്രമേ രാവിലെ നമുക്ക് എണീക്കാൻ പറ്റൂ. കിടക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീക്കാൻ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പോൾ രാവിലെ എണീക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉഷാറാണ് കേട്ടോ എല്ലാ കാര്യം ചെയ്യാനായിട്ട് തന്നെ. അങ്ങനെ ചേട്ടനും കിങ്ങിണിയും പിള്ളേരെല്ലാം അപ്പവും കാപ്പിയൊക്കെ എടുത്തിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ഞാനിതവിടെ അടുപ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ. രാത്രിക്ക് അപ്പം ചുട്ടുകൊണ്ടുണ്ട്. അവർക്ക് ചുട്ട് ചൂടോടുകൂടി ഞാൻ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓരോ അപ്പമായിട്ട്. അങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് കഴിക്കാനായിട്ട് എൻ്റെ അവസാനത്തെ ഉരുളി പോറുന്നപ്പം ഞാൻ ചുട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂടോടുകൂടി ഉരുളി പോറുന്ന അപ്പത്തിൻ്റെ കര കടിച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാം ചായ കുടിച്ച ശേഷം ഞാനും ഉരുളി പോറുന്ന അപ്പം വെണ്ടക്ക കറിയും കാപ്പിയെല്ലാം കൂടി കഴിച്ചു. അപ്പോഴത്തേക്ക് സമയം ഒരു 9 മണിയെല്ലാം ആയി. അങ്ങനെ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ ചായ കുടിയും കഴിഞ്ഞിട്ട് പല്ല് തേപ്പെല്ലാം കഴിഞ്ഞ് നേരെ കയറി കിടന്നുറങ്ങിയിട്ടോ. അപ്പം അത്രയേ ഉള്ളൂ.